ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് തരുമോ ചേച്ചി എന്നുള്ള ഈ മക്കളുടെ വിളി കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ മെസ്സേജ് വായിക്കുമ്പോൾ ആകെ എന്റെ കയ്യിലുണ്ടായിരുന്ന 50 ഉറുപ്പിയും ഞാനും മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും ഈ മക്കൾക്ക് ആ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്റെ മനസ്സിൽ കയറി വന്നത് ഫിഷിംഗ് ടൈറ്റ്സ് അബുദാബി ഗ്രൂപ്പിൽ വിധുവേട്ടന്റെ മുഖമായിരുന്നു കേട്ടോ. അബുദാബിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചൂണ്ടിട്ട മത്സരത്തിൽ സമ്മാനം നേടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവരെന്നെ സഹായിക്കുന്ന എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞാൽ കേട്ട പാതി കേൾക്കാത്ത പാതി അവരെന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്നുട്ടാ. അങ്ങനെ ഞങ്ങളുടെ ഇത്തവണത്തെ വിഷു ഞങ്ങൾ ഇതേ നിലമ്പൂരുള്ള സ്നേഹാലയത്തിൽ ഈ മക്കൾക്കൊപ്പം ആഘോഷിച്ചു. എന്റെ ജീവിതത്തിൽ ഒരുപാട് ദിവസം പട്ടിണിയെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മക്കളുടെ ഈ വിളി കേട്ടപ്പോ എനിക്ക് അവഗണിക്കാൻ പറ്റാതെ പോയത്. അങ്ങനെ സദ്യ കഴിഞ്ഞ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നമ്മുടെ വിധിച്ചേട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടാ. അങ്ങനെ മക്കളെല്ലാരും വിധിച്ചേട്ടനോട് താങ്ക്സ് പറഞ്ഞുട്ടാ. നമ്മുടെ ജീവിതത്തിൽ എത്ര സമ്പാദിച്ചു കൂട്ടി എന്നതിലല്ല, ഇതുപോലെ ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുത്ത് അവരുടെ വിശപ്പകറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവരുടെ മനസ്സിൽ നമ്മളായിരിക്കും അവരുടെ ദൈവം. ഇത്രയൊക്കെ പൈസ കൊടുത്താലും വാങ്ങാൻ കിട്ടാത്ത അമൂല്യമായ നിധിയാണ് കേട്ടോ അത്. അപ്പൊ എന്നെ സഹായിച്ച ഫിഷിംഗ് ഡൈറ്റ്സ് ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിഷു.